നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വീണ്ടും ഇറാനും അമേരിക്കയും നേർക്കുനേർ. മറുവശത്ത് IDF അതിശക്തമായ യുദ്ധഘട്ടത്തിലേക്ക് കടക്കുന്നു. ഹോർമുസ് കടലിടുക്കിലെ സ്വാധീനം നിലനിർത്താൻ എന്തു വിലയും കൊടുത്തുമെന്ന് പൊരുതുമെന്നാണ് ഇപ്പോൾ ഇറാന്റെ പ്രഖ്യാപനം. ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. ഹോർമുസ് കടലിടുക്കിൽ ഹോളിവുഡ് ശൈലിയിലുള്ള തന്ത്രങ്ങൾ ഫലിക്കില്ലെന്നാണ് ഇറാന്റെ നിലപാട്. ഇറാനെതിരെ ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിശക്തമായ ഉപരോധം. ഇനി ഇറാനിൽ നിന്ന് ഏതെങ്കിലും ഒരു കപ്പൽ പുറത്തേക്കോ തിരിച്ച് ഏതെങ്കിലും ഒരു കപ്പൽ ഇറാനിലേക്കോ പ്രവേശിക്കില്ല. അങ്ങനെയൊരു കപ്പൽ ഇറാനിൽ നിന്ന് പുറപ്പെട്ടാൽ ആ കപ്പലിനെ തങ്ങൾ തകർക്കുമെന്നാണ് അമേരിക്കയുടെ നിലപാട്. എന്നാൽ US ഏർപ്പെടുത്തുന്ന ഏതൊരു നാവിക ഉപരോധത്തെയും ഇറാനിയൻ സൈന്യം എതിരിടുമെന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. ആകാശത്തും ഭൂമിയിലും ഇറാൻ സൈന്യം USനെതിരെ പൊരുതുന്നുണ്ട്. നാവിക മേഖലയിലും ഇതിന് തങ്ങൾക്ക് കഴിയുമെന്നാണ് ഇറാന്റെ നിലപാട്. F-35 വിമാനങ്ങളെ ലക്ഷ്യം വയ്ക്കുന്നതിനേക്കാൾ എളുപ്പമായിരിക്കും തങ്ങൾക്ക് കപ്പലുകളെ നേരിടാൻ. ചൈനീസ് ഇടപെടലുകളുടെ സാധ്യതയാണ് ഇപ്പോൾ ഇറാനെ കൂടുതൽ കരുത്തരാക്കുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇറാന് ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനം ഒരുക്കുമെന്നാണ് ചൈനയുടെ ഓഫർ. അത്തരമൊരു സാഹചര്യത്തിൽ ചൈന ഏതെങ്കിലും തലത്തിൽ പ്രതിരോധ ഇടപാടുകൾ ഇറാനുമായി തുടർന്നാൽ ചൈനയ്ക്ക് മേൽ 50% അധിക തീരുവ പ്രഖ്യാപിച്ചു മറുവശത്ത് ട്രംപ്. ഹോർമുസ് കടലിടുക്കിൽ നാവിക ഉപരോധം ഏർപ്പെടുത്തുമെന്ന അമേരിക്കൻ ഭീഷണിയെ പരിഹസിച്ച് തള്ളുകയാണ് ഇറാൻ. ഹോർമുസ് പൂർണ്ണ നിയന്ത്രണത്തിൽ തന്നെയെന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. അമേരിക്കയുടെ ഏതൊരു നീക്കവും അവരെ മരണച്ചുഴിയിൽ അകപ്പെടുത്താൻ ഇടവരും. ശത്രുവിൻ്റെ ഏതെങ്കിലും തെറ്റായ നീക്കം അവരെ മരണച്ചുഴിയിൽ കൊടുക്കുമെന്നാണ് ഇപ്പോൾ ഇറാന്റെ മുന്നറിയിപ്പ്. ഹോർമുസ് തടയുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിനെ അവർ പരിഹസിച്ച് തള്ളുന്നു. ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് അതിശക്തമായ ആക്രമണത്തിലേക്ക് തങ്ങൾ നീങ്ങുന്നുവെന്ന് അമേരിക്ക വ്യക്തമാക്കുന്നത്. ഇസ്ലാമാബാദിൽ വെച്ച് നടന്ന ചർച്ചയിൽ ഇറാനിയൻ പ്രതിനിധികളുടെ വിശ്വാസം നേടാൻ USന് കഴിഞ്ഞില്ല. അതുകൊണ്ട് ചർച്ച പരാജയപ്പെട്ടു എന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഹർ വ്യക്തമാക്കി. ചൈന ഇറാന് മാൻപാഡ്സ് എന്ന അതിശക്ത വ്യോമ പ്രതിരോധ സംവിധാനം നൽകുമെന്ന ഓഫറാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. റഷ്യൻ ഉപഗ്രഹ ചിത്രങ്ങൾ വഴി അമേരിക്കൻ സേനയെ കടന്നാക്രമിക്കാമെന്നും ഇറാൻ കണക്കുകൂട്ടുന്നു. ഞങ്ങൾ മടങ്ങുന്ന നിരാശരായി. ഇസ്ലാമാബാദിലെ ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് അമേരിക്കയിലേക്ക് തിരിക്കുന്നതിന് മുൻപ് വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞു. ഹോർമുസ് കടലിടുക്കിലേക്ക് കൂടുതൽ നാവിക കപ്പലുകളെ അയച്ചിരിക്കുകയാണ് ഇപ്പോൾ ട്രംപ്. എന്നാൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകളോട് എത്രയും പെട്ടെന്ന് ആ പ്രദേശം വിട്ടൊഴിയാൻ ഇറാൻ പറയുന്നു. ഇല്ലെങ്കിൽ മാരകമായ ആക്രമണങ്ങൾ അവർ നേരിടേണ്ടി വരും. അമേരിക്കയുമായി വീണ്ടും ചർച്ചകൾക്ക് ഇറാൻ വരുമോ എന്ന് മാധ്യമപ്രവർത്തകർ ട്രംപിനോട് ചോദിച്ചപ്പോൾ അവർ തിരിച്ചു വന്നാലും ഇല്ലെങ്കിലും തനിക്കൊരു പ്രശ്നമില്ല എന്നാണ് ട്രംപ് പ്രതികരിച്ചത്. ഇറാൻ ഇപ്പോഴും ആണവായുധം നേടാൻ ശ്രമിക്കുന്നുവെന്നാണ് ട്രംപിന്റെ ആരോപണം. അവർക്ക് ഇപ്പോഴും അത് വേണം. അത് അവർ കഴിഞ്ഞ രാത്രി വ്യക്തമാക്കിയതാണ്. എന്നാൽ ഇറാനിൽ ഒരു ആണവായുധം ഉണ്ടാകില്ല. വേണ്ടി വന്നാൽ ഒരു ആണവായുധ ആക്രമണം പോലും ഇറാനിൽ നടത്താൻ തയ്യാറാണ് എന്ന സൂചനകൾ അമേരിക്കൻ പ്രസിഡന്റ് നൽകുമ്പോൾ മറുവശത്ത് തരിച്ചു നിൽക്കുകയാണ് ലോകം. അമേരിക്കയും ഇറാനും തമ്മിൽ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള ചർച്ച പൊളിഞ്ഞതിന് പിന്നിൽ JD വാൻസിന് വന്ന ഒരു ഫോൺ കോളാണ് എന്ന് ഇറാൻ പറയുന്നു. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആയിരുന്നു ആ ഫോണിൽ വിളിച്ചത്. ചർച്ചകൾക്കിടയിലാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു JD വാൻസിനെ ഫോണിൽ ബന്ധപ്പെടുന്നത്. ഇതോടെ ചർച്ചകളുടെ ദിശ മാറിയെന്നും ഇറാൻ പറയുന്നു. യുദ്ധത്തിലൂടെ നേടാൻ ശ്രമിച്ചത് അവർ ചർച്ചയിലൂടെ നേടാൻ ശ്രമിച്ചു. സദ്ഭാവനയോടെയാണ് ഇറാൻ ചർച്ചകളിൽ പങ്കെടുത്തത്. എന്നാൽ വാൻസ് മടങ്ങുന്നതിന് മുൻപ് നടത്തിയ വാർത്താ സമ്മേളനം അനാവശ്യമായിരുന്നു. രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങളും പരമാധികാരവും സംരക്ഷിക്കാൻ ഇറാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് ആരാഗ്ചി പറയുന്നു. തിങ്കളാഴ്ച മുതൽ ഹോർമുസിനെ ഉപരോധിക്കുന്നത് ആരംഭിക്കുമെന്നാണ് അമേരിക്കൻ സൈന്യം പറഞ്ഞിരിക്കുന്നത്. ഇറാനിയൻ തുറമുഖങ്ങളിൽ നിന്ന് ഹോർമുസ് വഴി പുറത്തേക്കും തിരിച്ച് ഇറാനിലേക്കും വരുന്ന കപ്പലുകളെ തങ്ങൾ ആക്രമിക്കും. ഇറാൻ തുറമുഖങ്ങളിൽ മാത്രമല്ല, തീരപ്രദേശങ്ങളിലേക്ക് പ്രവേശിക്കാനോ തിരിച്ച് യാത്ര പുറപ്പെടാനോ ശ്രമിക്കുന്ന എല്ലാ കപ്പലുകളെയും തങ്ങൾ ഉപരോധിക്കുമെന്ന നിലപാടാണ് അമേരിക്കൻ സൈന്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇറാനിയൻ തുറമുഖം അല്ലാത്ത തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കപ്പലുകളുടെ നാവിഗേഷൻ സ്വാതന്ത്ര്യത്തെ തങ്ങൾ തടയില്ല. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഉൾപ്പെടെ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. ജെറ്റ് ഇന്ധനവില ഇരട്ടിയായതുകൊണ്ട് ടിക്കറ്റ് നിരക്കുകൾ ഉയർത്തുമെന്ന് വിമാന കമ്പനികൾ പറയുന്നു. സൂപ്പർ മാർക്കറ്റുകളിൽ ഉൾപ്പെടെ വിലവർദ്ധനവ് നടപ്പിലാക്കാൻ സാധ്യത നിലനിൽക്കുന്നു. യൂറോപ്യൻ യൂണിയനിൽ തികഞ്ഞ ആശങ്ക. ബ്രിട്ടൻ ഇതുവരെ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയില്ല. നാറ്റോയും ദക്ഷിണ കൊറിയ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളും ഈ ഹോർമുസ് കടലിടുക്ക് വഴി എണ്ണയുടെ ഭൂരിഭാഗവും ശേഖരിക്കുന്നു.
എന്നാൽ അവർ സംഘർഷത്തിൽ സഹായം നൽകാൻ തയ്യാറാകുന്നില്ല എന്നാണ് ട്രംപ് ഇപ്പോഴും പറയുന്നത്. കൂടുതൽ പോരാട്ടങ്ങൾക്ക് തങ്ങൾ സജ്ജരാണ് എന്ന് ഇസ്രയേലിന്റെ പ്രഖ്യാപനം. IDF-നോട് രൂക്ഷമായ ആക്രമണങ്ങളിലേക്ക് കടക്കാൻ ഇസ്രയേൽ ഭരണകൂടം ഉത്തരവ് നൽകി കഴിഞ്ഞു. ഏത് നിമിഷവും വളരെ ശക്തമായ രീതിയിൽ പോരാട്ടത്തിലേക്ക് തിരിച്ചു വരാനാണ് ഇപ്പോൾ ഇസ്രയേൽ ഭരണകൂടം IDF-ന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇറാനുമായി പുതിയ സംഘർഷത്തിന് IDF തയ്യാറെടുത്തു എന്ന് പ്രധാന ഹീബ്രു TV നെറ്റ്വർക്കുകൾ ഇപ്പോൾ വ്യക്തമാക്കി. ചതിച്ചത് പാകിസ്ഥാനാണ് എന്ന് ഇസ്രയേൽ പ്രതികരിച്ചു. അമേരിക്കയെ പാകിസ്ഥാനിലെത്തിച്ച് അവർ ട്രാപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. എന്നാൽ ഇസ്രയേൽ ഇക്കാര്യങ്ങളിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചു. ഒരുപക്ഷെ നെതന്യാഹു JD വാൻസിനോട് പറഞ്ഞതും അതുതന്നെയാവാം, പാകിസ്ഥാന്റെ ട്രാപ്പിൽ വീഴരുതെന്ന്. ഇറാനുമായി പുതിയ സംഘർഷത്തിന് IDF തയ്യാറെടുക്കുമ്പോൾ ഇസ്രായേലിനെതിരെ ഇറാന്റെ അപ്രതീക്ഷിത ആക്രമണത്തിന് തയ്യാറെടുപ്പുകൾ നടക്കുന്നു എന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സംഘർഷം പുനരാരംഭിക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തിന് വേണ്ടി തങ്ങൾ കാത്തിരിക്കുന്നുവെന്നാണ് ഇന്നലെ ഇസ്രായേൽ വ്യക്തമാക്കിയത്. ആ ഘട്ടത്തിൽ ഇറാന്റെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും ഇസ്രായേൽ നിലപാടെടുത്തു. നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങളെ ട്രംപ് ഭയക്കുന്നു. അതുകൊണ്ട് തന്നെ പൂർണ്ണതോതിലുള്ള സൈനിക നടപടിക്ക് അമേരിക്ക തുനിയുമോ? അത്തരമൊരു ഘട്ടത്തിൽ അമേരിക്കയേക്കാൾ കൂടുതൽ ശക്തിയോടെ ഇസ്രായേൽ ഇറാനെതിരെ രൂക്ഷമായ ആക്രമണങ്ങൾ നടത്തും. വ്യക്തമാണ് US-ന്റെ നിലപാടുകൾ. എല്ലാ യുറേനിയം സമ്പുഷ്ടീകരണവും അവസാനിപ്പിക്കണം. എല്ലാ പ്രധാന ആണവ സമ്പുഷ്ടി സൗകര്യങ്ങളും പൊളിച്ചു മാറ്റണം. ഉയർന്ന സമ്പുഷ്ടമായ യുറേനിയം വീണ്ടെടുക്കണം. പ്രാദേശിക സഖ്യകക്ഷികൾ ഉൾപ്പെടുന്ന വിശാലമായ സമാധാനം, സുരക്ഷാ, സംഘർഷം കുറയ്ക്കൽ ചട്ടക്കൂട് അംഗീകരിക്കണം. ഭീകരവാദികളായ ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തികൾക്കുള്ള ധനസഹായം ഉടൻ അവസാനിപ്പിക്കണം. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തുറക്കണം. ഈ 6 പദ്ധതിയിൽ ഇനി ഒരുവിധ വിട്ടുവീഴ്ചയുമില്ല എന്ന് അമേരിക്കയുടെ കട്ടയ്ക്കുള്ള നിലപാട്. ഇറാനികളുമായി 21 മണിക്കൂർ നീണ്ട ചർച്ചകൾ. ഒടുവിൽ ഒരു കരാറുമില്ലാതെ JD വാൻസിന്റെ മടക്കം. അമേരിക്കയിൽ സമ്മിശ്ര പ്രതികരണമാണ് ഉയരുന്നത്. വ്യത്യസ്തമായ തലത്തിലാണ് ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചകളെ അമേരിക്കയും ഇസ്രയേലും നോക്കിക്കണ്ടത്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വലിയ പ്രതീക്ഷകൾ വച്ചിരുന്നു ഈ ചർച്ചയിൽ. മറിച്ച് ഇസ്രയേൽ ഇതൊരു സ്വാഭാവിക പ്രക്രിയയായി മാത്രം കരുതി. ചർച്ചകൾക്ക് ശേഷം വീണ്ടും കനത്ത ആക്രമണത്തിലേക്ക് തിരിയണമെന്ന് നേരത്തെ തന്നെ IDF-ന് നിർദ്ദേശം നൽകിയിരുന്നു ഇസ്രായേൽ ഭരണകൂടം. ഇറാനികൾക്ക് മുന്നിൽ തലകുനിക്കരുത് എന്ന നിർദ്ദേശമായിരിക്കാം ഒരുപക്ഷെ നെതന്യാഹു JD വാൻസിന് കൈമാറിയത്. അതല്ല എങ്കിൽ ഇസ്ലാമാബാദിലെ ട്രാപ്പ് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് ചർച്ചകൾ അവസാനിപ്പിച്ച് അമേരിക്കയിലേക്ക് മടങ്ങിക്കൊള്ളാനും JD വാൻസിനോട് നിർദ്ദേശിച്ചിരിക്കുക നെതന്യാഹു. ഇതുവരെയുള്ള യുദ്ധം വിജയമാണെന്നും ഇനി സമ്പൂർണ്ണ വിജയമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ഇസ്രായേൽ പറയുമ്പോൾ മറുവശത്ത് അമേരിക്ക ഇപ്പോഴും ചർച്ചകളിൽ പ്രതീക്ഷ വയ്ക്കുന്നു. നശിപ്പിക്കുക, പൊളിച്ചു മാറ്റുക, ഭരണകൂടത്തെ തരം താഴ്ത്തുക, ഈ ലക്ഷ്യങ്ങളായിരുന്നു നെതന്യാഹുവിന് മുന്നിൽ. യാതൊരുവിധ ഭീഷണിയും ഇനി ഇസ്രായേലിന് നേർക്ക് ഇറാൻ മണ്ണിൽ നിന്നുണ്ടാകരുത്. മാർഗങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്ത് ഇസ്രായേലിൻ്റെ സുരക്ഷ ഉറപ്പിക്കുക. ഒരു ബോംബ് തടയുക മാത്രമല്ല യുദ്ധലക്ഷ്യമെന്ന് ഇസ്രായേൽ പറഞ്ഞു. നെതന്യാഹുവിൻ്റെ വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ യുദ്ധം ഇതിനകം തന്നെ പല ലക്ഷ്യങ്ങളും കൈവരിക്കാൻ കഴിഞ്ഞു. സൈന്യത്തിൻ്റെ സൗകര്യങ്ങൾ തകർക്കപ്പെട്ടു. ഉദ്യോഗസ്ഥർ ഇല്ലാതായി. അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഇറാനിയൻ ഭരണകൂടം അതിൻ്റെ വാക്കുകളിൽ ദുർബലപ്പെട്ടു. ഹോർമസ് കടലിടുക്കിലേക്ക് അടുത്ത അമേരിക്കൻ നാവികസേനയുടെ യുദ്ധക്കപ്പലിനോട് പിന്മാറാൻ ഇറാന്റെ മുന്നറിയിപ്പ്. ഇറാൻ സ്റ്റേറ്റ് മീഡിയയാണ് ഇത്തരമൊരു വീഡിയോ പുറത്തുവിട്ടത്. ഇതിനിടയിൽ 2 ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകളായ USS ഫ്രാങ്കി പീറ്റേഴ്സൺ ജൂനിയറും USS മൈക്കിൾ മർഫിയും ഇറാൻ സ്ഥാപിച്ച മൈനുകൾ നീക്കം ചെയ്യൽ തുടങ്ങി എന്ന് ശനിയാഴ്ച US പ്രഖ്യാപിച്ചിരുന്നു. ഇതിനിടയിലാണ് അമേരിക്കൻ യുദ്ധക്കപ്പലിന് ഒരു മുന്നറിയിപ്പ് നൽകിയത് ഇറാൻ. നാവിക യുദ്ധക്കപ്പൽ 121 ഇത് സെപ്പ നേവി സ്റ്റേഷനാണ്. നിങ്ങൾ ഗതി മാറ്റി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് മടങ്ങണം. ഉത്തരവനുസരിച്ചില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ലക്ഷ്യം വയ്ക്കും. വീണ്ടും ശക്തമായ യുദ്ധഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഈ യുദ്ധം എങ്ങനെ അവസാനിക്കുമെന്നാണ് ലോകം ആശങ്കയോടെ ഉറ്റുനോക്കുന്നത്. ഒരുപക്ഷെ വിജയത്തിനായി ഒരു ആത്യന്തിക ആയുധമെന്ന നിലയിൽ അമേരിക്ക ആണവായുധം പ്രയോഗിക്കുമോ? മറുവശത്ത് ഇസ്രായേൽ രണ്ടും കൽപ്പിച്ചുള്ള അന്തിമ യുദ്ധത്തിനിറങ്ങി. ചാവേറുകളായി മാറാൻ ഇപ്പോൾ സൈന്യത്തോട് ആഹ്വാനം ചെയ്തുകൊണ്ട് ഇറാനും നേർക്കുനേർ തന്നെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.